ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെയൊക്കെ ഞാൻ ലൈവിൽ വരാത്തപ്പോൾ ഒരുപാട് പേര് വിചാരിച്ചിട്ടുണ്ട് എന്താ ലൈവിൽ വരാത്തതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ലൈവിൽ അങ്ങ് എല്ലാ ദിവസവും വരുന്നതും ലൈവ് വരുന്നതൊക്കെ അങ്ങ് വേണ്ടാന്ന് വെച്ചു. ഞാൻ ആരോടും മത്സരിക്കാനോ ഒന്നിനുമില്ല. ആരെന്നോട് മത്സരിക്കാൻ നിന്നാലും അവർ എന്താ പറയുക, അത് മത്സരമാണോ എന്ന് എനിക്കും തോന്നുന്നില്ല. ഞാനിപ്പോൾ പറയുന്നതൊക്കെ ആർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ ലൈവിൽ വിളിക്കുന്നവരും പാടുന്നവരൊക്കെ സാധാ ഒരു കുടുംബത്തിലുള്ള ഒരുപാട് ചേച്ചിമാരും അമ്മമ്മമാരും ചെറിയ കൊച്ചു കുട്ടികളും അനിയത്തിമാരും ഒക്കെയാണെന്ന് എനിക്കറിയാം. അവരൊക്കെ എൻ്റെ ലൈവിൽ വിളിച്ച് പാടുമ്പോൾ ഒരുപാട് ആ സമയം ഒത്തിരി സന്തോഷിക്കുന്നുണ്ടെന്നറിയാം. എൻ്റെ ലൈവിൽ കോമഡിയും പാട്ടുമൊക്കെ ആയിട്ട് ഞാനോരോ കോമാളിത്തരം പറയുന്നതും കോമാളി വേഷം കെട്ടുന്നതും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അതുകൊണ്ട് ആരോടും മത്സരിക്കാനില്ല. ഞാനെപ്പോഴും ലൈവ് ചെയ്യാൻ എന്നെ വിളിക്കേണ്ട ആൾക്കാർ എന്നെ വിളിക്കും, പാടുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ മത്സരത്തിനില്ല, എവിടെയും ആരോടും ഒരു മത്സരത്തിനുമില്ല. ഞാൻ എല്ലാത്തിനും പിൻവലിഞ്ഞ് പോകുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ലൈവ് വരുമ്പോൾ ഫേക്ക് ഐ ഡി ആയിട്ട് കമൻ്റായിട്ട് വരുന്ന വാണി ശ്രീജിത്ത് എന്ന് പറയുന്ന ആൾ എനിക്കറിയാം. ആരാന്ന് നിങ്ങൾക്കൊക്കെ ഏകദേശം കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. അത് വാണി ശ്രീജിത്ത് എന്ന് പറയുന്ന ആൾ ഞാൻ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, ലേഡീസ് ഓൺ മിഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അതിന് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ഒരു വ്യക്തി ഇല്ലായിരുന്നു. അങ്ങനെ ഒരു വ്യക്തി ആ ഒരു പേരിൽ നമ്മുടെ ആ ഗ്രൂപ്പിലില്ലായിരുന്നു. പ്രഗ്നൻ്റായ ഒരു ലേഡിയും ഇല്ലായിരുന്നു. അതൊക്കെ ഒരു കെട്ടുകഥകളാണ്. അതാരാന്നുള്ളത് ശരിക്കും ഞാൻ പറഞ്ഞുതരാം. വീണ വാണി ശ്രീജിത്തായത് നിനക്ക് മതിയായിട്ടില്ല അല്ലേ? എനിക്കിങ്ങനെയൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് പറയണ്ടേ? ഈ ലൈവിൽ വരുമ്പോഴല്ലേ നീയൊക്കെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വന്ന് മറ്റുള്ളവരെ ഒക്കെ എൻ്റെ കുഞ്ഞിനെയും മറ്റുള്ളവരൊക്കെ വളരെ മോശമാക്കി കമൻറ്റിട്ട് വേദനിപ്പിക്കുന്നത്. എനിക്കിങ്ങനെ വന്ന് വീഡിയോ ചെയ്ത് പറയാമല്ലോ അല്ലേ വാണി ശ്രീജിത്ത്? നിനക്ക് എപ്പോഴെങ്കിലും നിൻ്റെ ഒറിജിനൽ ഐ ഡിയിൽ വന്ന് നീ ഇടുമോ? നീ എന്തൊക്കെ എനിക്ക് വേണ്ട ദ്രോഹം ചെയ്തടി? നീ കഴിഞ്ഞ വർഷം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാനല്ലേടി നിൻ്റെ ഭർത്താവ് ശിവദാസിൻ്റെ അടുത്ത് പോവും എന്ന് പറഞ്ഞേ. ഞാൻ കാശ് ചോദിച്ചിട്ട് എനിക്ക് കാശ് തരാത്തവരെ എത്ര പേരെ ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കിവിടെ നിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നീ ഇന്നലെ മറ്റൊരാളുടെ ലൈവിൽ പറഞ്ഞു, അവരുടെ പേര് പറയരുതെന്ന് പറഞ്ഞു. മറ്റൊരാളുടെ ലൈവിൽ നീ പറയുന്നത് കണ്ട് സഹിക്കാൻ പറ്റിയിട്ടാണ് ഞാൻ അവിടെ കമൻറ്റ് ഇട്ടത്. മനസ്സിലായില്ലേ? നീ പറഞ്ഞ സുനിത കാസിമിൻ്റെ മകളെ പറഞ്ഞ എൻ്റെ വോയിസ് മുംതാസിൻ്റെ കയ്യിലുണ്ടെന്ന്. എടി, എന്നോട് സുനിത കാസിം എന്ന് പറയുന്ന അവരുടെ മക്കളെക്കുറിച്ച് ആര് ചോദിക്കുമ്പോഴും ഞാൻ അവരോട് പറഞ്ഞതെന്ന വ്യക്തമായിട്ടുള്ള മറുപടി അവരുടെ കയ്യിലുണ്ടാവും, വോയിസ് ഉൾപ്പെടെ ഉണ്ടാവും. മനസ്സിലായോ? എൻ്റെ മകൾക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. പൊന്നൂനെ എൻ്റെ തന്നെ പേര് മറന്നുപോയി. പൊന്നൂന് 2 പേര്, കുഞ്ഞെ, അതുപോലെ അവർക്ക് 2 പേർക്കും എൻ്റെ മോളെ ഇഷ്ടമാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഇന്ന് വരെ അവരെ മോശപ്പെടുത്തി ഞാൻ എവിടെയും പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല. ഞാൻ ഇന്ന് വരെ ഒരാളെ മക്കളെ ഒരു മോശം ഇത് പറഞ്ഞിട്ടില്ലടി. മനസ്സിലായോ? അവർ നല്ല കുട്ടികളാണ്. അവർ എന്തെങ്കിലും ഒരു ഇതുണ്ട്, എന്തിനാണ് അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞ് അത് അവർ ഉമ്മേനെയാണെങ്കിലും അവർ പറഞ്ഞിട്ടേ ഉള്ളൂ ഉമ്മച്ചി അങ്ങനത്തെ ഒന്നും പറയാൻ നിൽക്കരുതെന്ന് അവരങ്ങനെ പറയുന്ന കുട്ടികളാണ്. അല്ലാതെ നിന്നെപ്പോലെയൊക്കെ ഞാൻ പറയുന്നില്ല നിന്നെയൊക്കെ തെറി പറയാൻ എന്നെക്കൊണ്ട് പറ്റൂല. തെറി പറയാനൊക്കെ അത് വേറെ ആളുകളുണ്ട്. മനസ്സിലായോ? വാണി എന്ന് പറയുന്ന ശ്രീജിത്ത് എന്ന നീ എന്തിനാണ് ഇതുപോലെ ഒരുപാട് പേരെ ദ്രോഹിക്കുന്നത്? എന്നെ ആര് സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ആരായിട്ട് പിണക്കമില്ലോ അവരെയൊക്കെ പോയി തെറി വിളിക്കുക. നീ ഇപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചല്ലായിരുന്നോ സുനിത കാസിമി ഞാനും തമ്മിൽ തെറ്റണമെന്ന്? തെറ്റിയില്ലേ? നീ ആഗ്രഹിച്ച പോലെ നടന്നില്ലേ? ഇനി നിനക്ക് എന്താ വേണ്ടത്? നീ പറയുന്ന വീണയല്ല വാണി ശ്രീജിത്തെങ്കിൽ ഒരുപാട് പേര് ഇപ്പം പാട്ട് പ്രോഗ്രാം വെക്കുന്നുണ്ട്. അവരെ ലൈവിൽ വിളിക്കടോ. നീ അല്ലാന്ന് നിൻ്റെ ഓൺ വോയിസിൽ വിളിക്കേ. നീ എന്ത് കള്ളോ ഓരോന്ന് പറയുന്നത്? നീ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ തമ്മിലടുപ്പിക്കുന്നത്? നിനക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഞാൻ ലൈവിൽ വരുമ്പോഴല്ലേ നീ ഇങ്ങനത്തെ ഓരോരോ പല ഫേക്ക് ഐഡിയിലോ നീ എന്തൊക്കെ എഴുതിയിടുന്നത്?
നീ ഇത്രയും മോശം ഇതിൽ കമൻറ്റ് എഴുതിയിടെന്ന് പറഞ്ഞാൽ നീ എന്നെ ഒരു ദിവസം തെറി വിളിച്ചുകൊണ്ട് ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്കൊക്കെ ഓർമ്മയുണ്ട് നിൻ്റെ വായിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള വാക്കുകൾ വരുന്നുള്ളത്. ആദ്യം തന്നെ നീ എൻ്റെ ജീവിതം നശിപ്പിച്ചു. എൻ്റെ മോളുടെ അപ്പനായ എൻ്റെ ഭർത്താവായ ഒരാളെ നീ തട്ടിയെടുത്തു. ഇപ്പോഴും നീ ആളെ കൂടെ ജീവിക്കുന്നു. എൻ്റെ മോൾക്ക് കിട്ടേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും നീ നേടി ജീവിക്കുന്നു. നിനക്ക് അതൊക്കെ കൊണ്ട് ജീവിച്ചാൽ പോരെ? നിനക്ക് ഈ ദ്രോഹങ്ങൾ ചെയ്യുന്ന നിർത്തിക്കൂടെ? നന്നാവാൻ നോക്കടി, നന്നാവാൻ നോക്ക്. മനസ്സിലായോ? എനിക്ക് എൻ്റെ വീട്ടിൽ ആരൊക്കെ എന്തൊക്കെ തരുന്നുണ്ടോയെന്ന് അതാരും അന്വേഷിച്ച് നടക്കണ്ട. അതാരായാലും എൻ്റെ വീട്ടിലോട്ട് ആരെന്ത് സാധനം തരുന്നോന്നോ അതൊന്ന് നോക്കി അന്വേഷിച്ച് നടക്കേണ്ട ഒരു കാര്യം ആർക്കുമില്ല. മനസ്സിലായില്ലേ? ഇനി ആരും ഒന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എടി ഫ്രിഡ്ജ് അങ്ങ് കൊടുക്കടി, അലമാര കൊടുക്കടിന്ന്. ഞാൻ കൊടുക്കാമല്ലോ, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയിട്ട് ഈ തമ്മിലടിപ്പിക്കലും ഈ എന്താ പറയുക, ഞാൻ എവിടെയാണെന്നുള്ളതും എൻ്റെ എവിടെയാണെന്നുള്ളതും ഞാൻ എന്തൊക്കെ ചെയ്യുന്നുള്ളതും അന്വേഷിച്ച് ആരും നടക്കണ്ട. ഞാൻ നിങ്ങൾ ആരെ പുറകെയും വരുന്നില്ല. നിങ്ങൾ ആരെ ഈ പറയുന്ന നിങ്ങൾ ഒരാളെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടല്ലേ ജീവിക്കുന്നത്? തനുജയുടെ മുഖത്തേക്ക് വെള്ളത്തുണി ഇടുമ്പോഴേ നിങ്ങൾക്കൊക്കെ സമാധാനമാവുള്ളൂ. എൻ്റെ വീട്ടിൽ എങ്ങനെ അതെത്തി ഇതെത്തി എന്തിനാ അന്വേഷിക്കുന്നത്? എന്നെ പാട്ടിന് വിട്. ഞാനീ പറയുന്നത് നിങ്ങൾ ആരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഒരാളും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ട. എപ്പം നോക്കിയാലും ഒരു തനൂജി ഒരു മോളും എന്തിനാ? ഏത് കാലമായി ഓരോരുത്തരും തുടങ്ങിയിട്ട് വിട്. ഒരുത്തി പിന്നെ എൻ്റെ മോളെ കൊന്നേ അവൾക്ക് അടങ്ങുള്ളൂ. ശിവദാസിൻ്റെ ഭാര്യയായ വീണയോടാണ് ഞാൻ പറയുന്നത്. പിന്നെ നിൻ്റെ കൂടെ എപ്പോൾ കഴിയുന്ന ആ മനുഷ്യൻ എന്ത് മണഗുണാഞ്ചനാന്ന് എനിക്കറിയില്ല. എന്താണെന്നറിയോ, ഞാനൊക്കെ കൂടെ ജീവിക്കുമ്പം എന്തെങ്കിലും ഒരാളെക്കുറിച്ച് അപ്പുറത്തെ വീട്ടിലെ ഒരാളെക്കുറിച്ച് വീട്ടിൽ പറയുന്നിട്ട് അന്നേരം വാ പൊത്തും, മേലെ മിണ്ടരുത്, നല്ല തല്ല് തരുന്നിടത്ത് തല്ല് തരും. അങ്ങനത്തെ ഒരാളായിരുന്നു. നിൻ്റെ കൂടെ വന്നപ്പോൾ ഇപ്പം പാവാടത്തുമ്പയിൽ ചരടം പിടിച്ച് ഇങ്ങനെ കണക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനായിപ്പോയി. അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പെണ്ണിൻ്റെ ഒരു മിടുക്കാണ്. ആ രീതിയിൽ ഒരാണിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് പെണ്ണിൻ്റെ മിടുക്കാണ്. മനസ്സിലായില്ലേ? ഇപ്പം പറയുന്ന പോലെ ഇപ്പം സനു ആയാലും ഞാനായാലും വേറെ ആരെയും തമ്മിൽ ആരെനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു, ആര് നല്ല രീതിയിൽ അവരവരെ വഴിക്ക് പോകുന്നു, എന്നെ ചീത്ത പറയാതെ അവരവരെ വീഡിയോ ഇട്ട് പോകുന്നു. അപ്പോൾ ഈ സനുവിനെ ആയാലും എന്നെ ആയാലും തമ്മിലടുപ്പിക്കാൻ വേണ്ടി ആരും മെനക്കെടണ്ട. എല്ലാവരും വഴിക്ക് പോയി ജീവിച്ചോട്ടെ എന്നേ. എന്തിനാണ് ഈ തമ്മിലടിച്ച്? നിങ്ങൾക്കൊക്കെ എന്ത് രസമല്ലേ ഇങ്ങനെ ഇരുന്ന് കാണാൻ? ഈ തമ്മിലടിപ്പിക്കുന്ന നിങ്ങളെയൊക്കെ ഫോട്ടോസും നിങ്ങളെ പോലെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളാണ് ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സഹിക്കുമോ? ഇല്ലല്ലോ. അപ്പം നിങ്ങൾ ഈ എന്താ പറയുക, ഭർത്താവില്ലാത്ത മക്കളെ പോറ്റുന്ന ഭാര്യമാർ, അല്ലെങ്കിൽ എന്താ പറയുക ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ പോയ ഭർത്താക്കന്മാരെ യൂട്യൂബും കൊണ്ട് അങ്ങനെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ അങ്ങോട്ടും ഒക്കെ പോയി കമൻ്റ് ഇട്ട് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നത്, ചെന്നായ്ക്കളാവുന്നത്? ഒരു വാണി അത് കഴിഞ്ഞ് വാണി ശ്രീജിത്ത്, എൻ്റെ പൊന്നോ എന്തുവാടിയേ ഈ 2025 പെട്ടെന്ന് ഒരു അക്കൗണ്ടും തുടങ്ങി ഒരിതും വന്ന് ഇടുമ്പോഴേക്കും അങ്ങ് എല്ലാവരും വിശ്വസിക്കൂലേ നിന്നെ ഇത് വേറെ ആരോ ആണെന്നുള്ളത്? വാണി ശ്രീജിത്ത് എന്ന് പറയുന്ന ശിവദാസിൻ്റെ ഭാര്യ നിന്നോടാ പറയുന്നത്. നിനക്ക് മതിയായിട്ടില്ല അല്ലേ? ഓരോരുത്തർ ചോര കുടിച്ച് നിനക്ക് മതിയായിട്ടില്ല അല്ലേ? ഇങ്ങനെയൊന്നും വീഡിയോ ഇടരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നീ പുറകെ നടന്ന് നിൻ്റെ ഉപദ്രവം ഉണ്ടല്ലോ, നീ കാരണമാണ് ഇന്നലത്തെ ഒരു ലൈവിൽ ഞാൻ വന്ന് കമൻ്റ് ഇടേണ്ടി വന്നത്. മനസ്സിലായോ? എടി കട്ടവനെ പേടിയുള്ളൂ. പക്ഷെ ഇന്നലെ നീ ഒരുപാട് കമൻ്റ് ഇട്ട് എന്നെ അങ്ങ് ദ്രോഹിക്കുന്ന കണ്ടപ്പം ഞാൻ അന്നേരം ഒന്ന് പോയി 2 കമൻ്റ് ഇട്ട് പോയതാണ്. അതുകൊണ്ട് എന്തായി? വായി കൈ കോലിട്ട് കുത്തി ചീത്ത വിളിപ്പിക്കാന്നുള്ളേ അതാ ഇന്നലെ എനിക്കുണ്ടായ അനുഭവം. മനസ്സിലായോ? നീ ആരെ എന്നെ എന്ത് തെറി വിളിച്ചാലും എനിക്ക് ആരോടും വൈരാഗ്യമില്ല. പകയില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, നീ എവിടെയൊക്കെ ശ്രമിപ്പിച്ചാലും. മനസ്സിലായോ?
നീ ഇനി ആരുടെ അടുത്തൊക്കെ എന്തൊക്കെ പോയി കമൻ്റ് ഇട്ട് നീ അവരോട് ഇനി വേറെ ശബ്ദത്തിൽ വിളിച്ച് സംസാരിച്ചാലും എന്ത് പിരികേറ്റി കൊടുത്താലും ഇനി അവരെന്നെ വന്ന് തെറി വിളിച്ചാലും എനിക്ക് ഒരു പ്രശ്നമില്ലടി. ഞാനിത് എത്ര കൊല്ലമായിട്ട് കേൾക്കുക. എന്നെ ബോഡി ഷെയിം ചെയ്യുന്നു, എന്നെ തെറി വിളിക്കുന്നു, ഞാൻ പിഴച്ചവളാന്ന് പറയുന്നു. എൻ്റെ കുഞ്ഞിനെ വെച്ച് മുതലെടുക്കുന്നവളാന്ന് പറയുന്നു. എത്രയും തനുജിത് കേൾക്കാൻ തുടങ്ങിയിട്ട് നാടകം കളിക്കുന്നൊരു പെണ്ണാണ് ആ മോളെ വെച്ചിട്ട് അല്ലേ. പിന്നെ ഒരു തെറ്റിദ്ധാരണയുണ്ട് കേട്ടോ. എൻ്റെ വേറൊരു സ്ത്രീ എൻ്റെ മോളെ ആക്രമിക്കുന്ന വീഡിയോസ് കണ്ടിട്ടാണ് എന്നിലേക്ക് പലരും വന്നത് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയതെന്ന്. അത് നിങ്ങൾ പറഞ്ഞ ആളുടെ തെറ്റിദ്ധാരണയാണ്. ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നത് എങ്ങനെയാണെന്നുള്ളത് അവർക്കറിയാം. എൻ്റെ മോളുടെ അവളുടെ അപ്പൻ്റെ പുറകെ പോയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഒരുപാട് യൂട്യൂബേഴ്സ് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടും ആ ന്യൂസ് കണ്ടിട്ടും വന്നെത്തിപ്പെട്ട ആളുകളാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അല്ലാതെ മറ്റൊരു സ്ത്രീ എന്നെ കൂട്ടത്തോട് ആക്രമിക്കുന്ന കണ്ടപ്പം അങ്ങ് വന്നതൊന്നും അല്ല. അതാദ്യം മനസ്സിലാക്കേ. എന്നിട്ട് ഏതെങ്കിലും ലൈവിൽ വിളിച്ച് ഓരോരുത്തരുടെ പേര് വിളിച്ച് പറഞ്ഞിട്ട് ഇനി അവരെന്നെ വന്ന് ഈ പറയുന്നത് ഒന്ന് നിർത്ത്. മടുത്തു. 2025 എൻ്റെ മോൾക്കും ഒരു സമാധാനം വേണം. അത് എന്ന് തുടങ്ങിയത് അത് സങ്കടപ്പെടാനും അനുഭവിക്കാനും. തനുജയുടെ വീട്ടിൽ ആര് കൊടുക്കുന്നു? തനുജയുടെ വീട്ടിൽ ആ സാധനം ഉണ്ടല്ലോ, അത് ആര് കൊടുത്തു? ഇത് എവിടെ നിന്ന് കിട്ടി? തനുജ അങ്ങ് സിനിമയ്ക്ക് പോകുന്നുണ്ടല്ലോ, തനുജ നല്ല ഡ്രസ്സ് ഇടുന്നുണ്ടല്ലോ. ഇപ്പോൾ യൂണിറ്റിൽ നിന്ന് കൊടുത്ത ഡ്രസ്സല്ലല്ലോ ഇടുന്നത്, ആ മോള് വേറെ ഇടുന്നുണ്ടല്ലോ. തനുജ എങ്ങനെ ഇടുന്നു? ഇത് എവിടെ നിന്ന് കൊടുത്തു പൈസ? ഇത് എവിടെ നിന്ന് വന്നു? ഇതൊക്കെ അന്വേഷിച്ച് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും വല്ല ഇതുണ്ടോ? ഈ CID പണിയെടുത്തിട്ട് നിങ്ങൾക്കൊക്കെ നിങ്ങളെ പണിയെടുത്താൽ പോരെ? ഇത് എന്തിനാണ് തനുജനെ മോള് ഇങ്ങനെ കണ്ടുണ്ടാക്കുന്നത്? തനുജ എന്താ പിടികിട്ടാ പുള്ളിയോ? അല്ലെങ്കിൽ എന്താ പിന്നെ വല്ല എന്നാ പറയുന്നത് മറ്റേ എന്നാ കള്ളക്കടത്ത് ബിസിനസ്സോ അങ്ങനെ എന്തേ നടത്തുന്നൊരു പെണ്ണാണോ? എന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി സമരം നടത്തി എന്നെ ഇവിടുന്ന് എറണാകുളം ജില്ലയിൽ നിന്ന് ഓടിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്തേ? ഞാൻ ആരെയും എന്തെങ്കിലും സാധനം കട്ടെടുത്തോണ്ട് വന്നോ? അല്ലെ നിങ്ങൾ ഏതെങ്കിലും ഭർത്താക്കന്മാരെ ഞാൻ അടിച്ചുകൊണ്ട് വന്നോ? ഇതെന്താ എന്നെക്കുറിച്ച് ഈ പറയുന്നത്? ലൈവിൽ വന്നാൽ അവിടെയും സ്വസ്ഥതയില്ല, ഒരു പാട്ട് പരിപാടിയായിട്ട് വന്നാൽ അവിടെയും സ്വസ്ഥതയില്ല. പിന്നെ ഞാനിപ്പോഴും പറയാം, എൻ്റെ കൂടെ നിൽക്കുന്നവർ എൻ്റെ കൂടെ ഉണ്ടാവും, അതെനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ലൈവിൽ വിളിച്ച് പാട്ട് പാടേണ്ടവർ എന്നായാലും വിളിച്ച് പാടും. ഇനി എനിക്ക് ആരോടും തർക്കിക്കാനും മത്സരിക്കാനും എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നത്. ഇനി യൂട്യൂബും കൂടെ ഞാൻ നിർത്തിയിട്ട് ഇനി എൻ്റെ മോളെ എവിടെയാണ് ആക്കേണ്ടത്? ഇപ്പോൾ ഇവിടെ നിന്നെല്ലാം ഞാനെല്ലാം എനിക്കിപ്പോൾ രണ്ടാമത് വാങ്ങിച്ചു തന്ന സാധനങ്ങളെല്ലാം കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു അനാഥ മന്ദിരത്തിൽ പോയി കിടന്നാലും അവിടെ കിടന്നാലും നിങ്ങൾ പറയുമോ ഞാൻ പിഴച്ചവളാന്ന്? പിഴച്ച സ്ത്രീ എന്നുള്ള കേട്ട് ഒരു പെണ്ണിന് താങ്ങുന്നതിനൊരു പരിധിയുണ്ട്. നിങ്ങൾക്ക് ഓരോ ടെൻഷൻ തരുന്നതിനും നിങ്ങൾക്ക് ഓരോ ചീത്ത വിളിക്കുന്നതിനും BP കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടക്കാനും ഒന്നും എന്നെക്കൊണ്ട് വയ്യടോ. എൻ്റെ കുഞ്ഞാണ് ഓരോന്നും കാണുന്നതും സങ്കടപ്പെടുന്നതും അനുഭവിക്കുന്നതും. മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്താ പറയുക, എന്നെ തെറി വിളിക്കുന്നതും അല്ലെങ്കിൽ എന്നെ വേണ്ടാത്തത് പറയുന്നതൊക്കെ നിങ്ങൾ ഈ സംസാരമില്ലാത്ത പൊട്ടന്മാരില്ലേ, അവരെ വിളിക്കുന്നതിന് തുല്യം എന്നെ വിളിക്കുന്നത്. എന്നെ തെറി വിളിക്കുമ്പോൾ ഞാൻ വല്ലാണ്ട് ഷോക്കായി പോകും. മനസ്സിലായില്ലേ? എന്നെ തെറി വിളിച്ച് തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റുള്ളൂ. മനസ്സിലായോ? എന്നെ നിങ്ങൾ എന്തും പറഞ്ഞോ, എന്നെ ആർക്കും എന്തും പറയാം. പക്ഷെ ഇതിനൊക്കെ ഒരു അവസാനമുണ്ട്, എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. പിന്നെ ഈ അവസാനം എത്തുമ്പോൾ അയ്യോ പാവം എൻ്റെ കൂടെ പിറപ്പ്, അയ്യോ പാവം എല്ലാവരും അവളെ ഇട്ട് വാരി കോരി തിന്നു, എന്നിട്ട് ഇപ്പോൾ അവൾ ചത്തപ്പോൾ സമാധാനമായോ എന്നും ചോദിച്ചു ഒരുത്തിയും വന്നേക്കരുത്. മനസ്സിലായോ? നിങ്ങളൊക്കെ ആർക്ക് വേണ്ടി വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് എന്നെ തേടി വരുന്നത്?
ഇന്നലെ ആ ഒരു ലൈവ് ഞാൻ കണ്ടുകൊണ്ടിരുന്നതും എന്താണ് ഇപ്പം ഞാൻ ഒരുപാട് അവർ ലൈവൊന്നും കാണാത്ത ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ അവിടെ എന്നെക്കുറിച്ച് അങ്ങ് എഴുതുക. എന്തോ എഴുതാ അല്ലേ വാണി ശ്രീജിത്ത് എന്ന വീണ, നിനക്ക് അടങ്ങിയിരിക്കാൻ സമയമായിട്ടില്ലല്ലേ മോളെ? പാവടത്തുമ്പം പിടിച്ച് നടക്കുന്ന ഒരു മണഗുണാഞ്ചൻ ഉണ്ടല്ലോ, വീണ എന്നാ കിണു എന്നാ അവിടെ ഇരിക്കും, അവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, മിണ്ടരുത്, അങ്ങനെ പറ ഇങ്ങനെ പറ എന്നും പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതൊന്നും നിനക്ക് മതിയായിട്ടില്ലല്ലേ മോളെ? എൻ്റെ മോളെ നീ പറയിപ്പിച്ച് വീഡിയോ ചെയ്യിപ്പിച്ചതൊന്നും നിനക്ക് മതിയായിട്ടില്ലല്ലേ മോളെ? അല്ലേ? വാണി ശ്രീജിത്ത്, ആദ്യം വാണി പിന്നെ വാണി ശ്രീജിത്ത്. മോളെ, നീ എൻ്റെ മോളെ പറഞ്ഞ് ഓരോ വീഡിയോ ചെയ്യിപ്പിച്ചപ്പോഴും ഞാൻ കണ്ടൻറ്റാക്കി വരാത്ത എന്താണെന്നറിയോ? എനിക്കത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഇപ്പം ഞാൻ പറയാൻ കാരണം എന്താ പറയുക, നീ നിർത്ത്. നീ ആരാന്നുള്ള നന്നായിട്ട് മനസ്സിലായി, നീ നിർത്ത്. ഞാൻ കാരണം നീ എത്ര പേരെ പുറകെ പോയിട്ട് നീ ഓരോന്ന് പറയുന്നേ. എന്നെ എതിർത്ത് ആരുണ്ടോ അവിടെ അങ്ങ് ഭയങ്കര ചേച്ചി ചേച്ചി ചേച്ചി. ഇപ്പുറം വേറൊരുത്തിയെ വന്നിട്ട് തെറിവിളി, ഇനി എൻ്റെ വന്നിട്ട് വേറെ തെറിവിളി. നിനക്ക് നിർത്തടി, നിർത്ത്. വിളിക്കാൻ തെച്ചത് പാണ്ഡുമായിട്ട് നടക്കുമല്ലേ ഇപ്പോൾ, അല്ലേ? ശിവദാസിൻ്റെ ഭാര്യയെ, നിന്നെ അത് തന്നെ പറയുള്ളൂ. ശിവദാസിൻ്റെ ഭാര്യയായ വീണേ, ഇലന്തൂർക്കാരി ഹരിജൻ കോളനിയിലുള്ള വീണേ, നിർത്തടി. നീ അടങ്ങ്, ഒരു പൊടിക്കടങ്ങി ജീവിക്ക്. നിനക്ക് വേണ്ടതൊക്കെ നീ കൊണ്ടുപോയില്ല, നിനക്ക് ഇനി എന്താ വേണ്ടത്? നീ ആഗ്രഹിച്ച പോലെ സുനിത കാസിമിൻ്റെ യൂണിറ്റിൽ നിന്ന് ഞാൻ ജോലി വിട്ടു, അവരുമായിട്ട് തെറ്റി. ഇനി നിനക്ക് എന്താ വേണ്ടത്? ഞാൻ ഒരുത്തിയുടെ ഭർത്താവിനെ പിടിച്ചോണ്ട് ഇവിടെ വീട്ടിൽ വെച്ചിട്ടില്ല, മനസ്സിലായോ? ഞാൻ ആരെ സ്നേഹിക്കണം, ഞാൻ ആരെ ഇഷ്ടപ്പെടണം, ഞാൻ ആരെ കൂടെ പോയി ജീവിക്കണം, ഞാനാ തീരുമാനിക്കുന്നത്, അത് നിങ്ങൾ ആരുമല്ല. എനിക്ക് അങ്ങനെ ഒരു ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പോയി ജീവിക്കും. അത് നിങ്ങൾ ആരെയും പേടിച്ചിട്ടല്ല. എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട. എനിക്ക് എൻ്റെ കുഞ്ഞ് മതി. എൻ്റെ കുഞ്ഞിന് വേണ്ടി, എൻ്റെ കുഞ്ഞെൻ്റെ കൈ സേഫ് അല്ല എന്ന് പറഞ്ഞ് കുറേ പേര് കളിക്കുന്നില്ലേ? എന്താ വേണ്ട? എൻ്റെ കുഞ്ഞ് നശിച്ചു കാണണോ? എന്താണ് ആഗ്രഹിക്കുന്നത്? നിർത്തിയില്ല, ഒരാളും ഒരു കളി നിർത്തിയിട്ടില്ല. ഇത് പൊട്ടത്തിയായിട്ട് പൊട്ടം പൂവടി കാണുന്ന പോലെ തനൂജ നടക്കുക. എല്ലാവരും വായിലിരിക്കുന്ന തെറിവിളി കേൾക്കുക. എൻ്റെ അമ്മേനെ പറയും, എൻ്റെ അച്ഛനെ പറയും, എന്നെ പലതും പറഞ്ഞ് വീഡിയോ ചെയ്യുക. എന്നിട്ട് ഇവരെന്ത് പറഞ്ഞാലും, എന്നിട്ട് പിറ്റേന്ന് ഞാൻ ലൈവ് വന്ന് ചിരിച്ചോണ്ട് ഞാൻ മന്ദബുദ്ധിയാ, ഞാൻ പൊട്ടത്തിയാ, ഞാൻ വീഡിയോ ചെയ്യുക. വാണി എന്ന് പറയുന്ന വീണ എന്ന് പറയുന്ന ശ്രീജിത്ത് എന്നാണല്ലോ ഇപ്പോൾ അല്ലേ പേര്? ഭർത്താവിൻ്റെ ആണെങ്കിലും വെപ്പാട്ടൻ്റെ ആണെങ്കിലും പേര് മാറ്റിയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കേട്ടോ വാണി ശ്രീജിത്തെ, കേട്ടോടി. നിൻ്റെ ഭർത്താവിനെ തേടി പോകാനൊന്നും എനിക്ക് വേണ്ടാച്ചിട്ടാടി. എനിക്ക് കേസും കോടതിയും സ്റ്റേഷനിലും എനിക്ക് മടുപ്പാടി. കുടുംബത്തിൽ പിറന്ന ഓരോ പെണ്ണുങ്ങളും ഇങ്ങനെയുള്ള ഇതിൻ്റെ പുറകൊന്നും പോകാൻ മടിക്കുന്നവരാടി. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയാൽ എനിക്ക് പോലീസിനെ പേടിയാണോ, എനിക്ക് എന്താണോ എന്നുള്ളത് അവിടെ എന്താ പറയുക, എൻ്റെ കൂടെ വന്നവർക്ക് അറിയാടി. മനസ്സിലായോ? എന്നെ സ്റ്റേഷനിൽ ചെന്ന് എൻ്റെ പേര് പറയുമ്പോൾ അവിടെ പോലീസുകാരൊന്നും പുച്ഛിക്കാനും ചിരിക്കാനൊന്നും ഇല്ല ആൾക്കാർ. കള്ളക്കഥകൾ പറയുമ്പോൾ ഓരോന്ന് ആലോചിക്കണം. ഇനി മറ്റൊരു തമ്മിലടിച്ച് ഇവർ തമ്മിൽ എന്താ കാണാത്ത? അവർ ലൈവിൽ മെസ്സേജ് കാണുന്നില്ല, അല്ല കമൻറ്റ് കാണുന്നില്ല. എന്ത് പറ്റി? എൻ്റെ പൊന്നെ, എന്തോ ഒരു അന്വേഷിക്കുന്ന ആൾക്കാരാ. ഇതൊക്കെ സ്വന്തം കുടുംബത്തിലൊന്ന് അന്വേഷിച്ചിരുന്നെങ്കിലോ? കുടുംബത്തിൽ വല്ല പ്രശ്നം ഉണ്ടാവുമോ? തനൂജൻ എന്നോട് തെറി വിളിച്ചോ? സൂപ്പർ, അടിപൊളി കൊടുക്കട്ടെ. ഇപ്പോഴത്തെ നിങ്ങൾ അറിഞ്ഞോ? തനൂജനെ മറ്റൊരു തെറി അറിഞ്ഞോ? ആ നോടി, എപ്പോഴത്തെ ലൈവിലാടി? ഞാൻ കാണട്ടെടി. ഞാനും പോയി കമൻറ്റ് ഡാഡി 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 ഡാഡി, മമ്മി മമ്മി മമ്മി. എന്തുവാ
നാണോ മാനെന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ നിന്നുള്ള കളി നിർത്തടി വീണേ നീ. നിർത്ത്. നീ നല്ല സ്ക്രിപ്റ്റ് എഴുതുന്നതും നീ നന്നായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന പോലെ അഭിനയിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്കറിയാം. ഞാനും ഒന്നുമല്ല അഭിനയത്തിൻ്റെ മുന്നിൽ. നീ ആ ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടുകയാണെങ്കിൽ കുടുംബം കലക്കി വീണയ്ക്ക് കൊടുക്കണം. കുടുംബം കലക്കി വീണ കുടുംബം കലക്കി വീണ നിനക്ക് തരണോടി അവാർഡ്. എന്താണെന്നറിയോ, ഒരുത്തനെ നീ പൊട്ടനാക്കി കൂടെ നിർത്തുന്നില്ലേ. വീണാമ എന്ത് പറയുന്നത് അതാണ് സത്യം, എൻ്റെ വീണാമ എന്ത് പറയുന്നത് അതാണ് സത്യം എന്ന് പറഞ്ഞെടുത്ത് നിൽക്കുന്നില്ലേ, അവനാണ് ആദ്യം കൊടുക്കേണ്ട അടി. മനസ്സിലായോ? പൊട്ടനായിട്ട് ജീവിക്കുന്നില്ല കൂടെ. അവർക്ക് വാണി ശ്രീജിത്ത് നാണുണ്ടോടി? നിനക്ക് 3 മക്കളായില്ലേ, ഇനിയെങ്കിലും അടങ്ങ്. ക്രീമുള്ള വാരി തേച്ച് നെറ്റിയും പൊള്ളി, നെറ്റിയിലെ തോലും പോയി, വെളുക്കാൻ തേച്ചത് വേണ്ടായില്ലേ. ശിവദാസിൻ്റെ ഭാര്യ ശ്രീജിത്തെ, ശിവദാസിൻ്റെ ഭാര്യ വീണ ശ്രീജിത്ത്. ആ കൊള്ളാം, അടിപൊളിയടി. നിനക്ക് നന്നായിട്ട് ചേരുവടി പെണ്ണെ, കേട്ടോ. ഗൾഫിലുള്ള നിൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ വിളിക്കുന്നു, എനിക്ക് പ്രാന്താന്നോടി. എൻ്റെ നെറ്റും എൻ്റെ പൈസയും കളിച്ച് നിൻ്റെ ഗൾഫിലുള്ള നിൻ്റെ ഫ്രണ്ട്സിൻ്റെ നമ്പറൊക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടാനാടി? നീ എന്തുകൊണ്ടാണെന്നാലും ലാസ്റ്റ് ഇട്ട് പൊളിക്കും, ആ കള്ളം പൊളിഞ്ഞു പോകും. എൻ്റെ മോളെ നീ എന്തെല്ലാം പറയിപ്പിച്ച് വീഡിയോ ചെയ്യിപ്പിച്ചു. നീ വെറും ഒരു കള്ളി എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായില്ലേ. എന്നിട്ടിപ്പോൾ നീ അവർക്കെതിരെ എന്തൊക്കെ വന്നാ നീ ഇടുന്നേ? നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ തൊലിക്കെട്ടി? നിൻ്റെ ആ നാട്ടിൽ വന്നപ്പോൾ എന്താ പറയുക, ഇലന്തൂർ കോളനിയുള്ള ആ സ്ഥലത്തിൻ്റെ പേര് കോളനി എന്നാട്ടോ. ഇനി കോളനിയിലുള്ളവരെ അപമാനിച്ചു എന്നൊന്നും പറയില്ല. ഞാനും പണ്ട് ചാത്തോത്തി മീത്തൽ ലക്ഷം വീട് കോളനി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാനും ജീവിച്ചത് പണ്ട്. പക്ഷെ നിൻ്റെ അവിടെ വന്നപ്പം അവിടെ ഉള്ളവരൊക്കെ നല്ല കുടുംബവും മാന്യമായിട്ട് ജീവിക്കുന്നവരാടി. നീ അവരുടെ ഇടയിൽ വന്ന് പെട്ടതാണ് അവർക്കൊക്കെ ഇപ്പം നാണക്കേട് വരുന്നത്. മനസ്സിലായോ? നിൻ്റെ അപ്പൻ്റെ ചക്ക, നിൻ്റെ അമ്മയുടെ ചക്ക, നീ എന്ത് ചക്ക തിന്നാലും ഒരു കുഴപ്പമില്ല. നിൻ്റെ ഓവർ അഭിനയം ഉണ്ടല്ലോ. പിന്നെ നിന്നെപ്പോലെ ഈ കണ്ടവരെ അടുക്കളയിൽ കുക്കിംഗ് ചെയ്ത വീഡിയോ എടുത്തിട്ട് ഞാൻ എൻ്റെ ചാനലിലിട്ട് പൈസ ഉണ്ടാക്കുന്നില്ല കേട്ടോ. കേട്ടോ? വല്ലവരും ഉണ്ടാക്കിയ കുക്കിംഗ് വീഡിയോ അയച്ചു തരിക, എന്നിട്ട് അതെടുത്തിട്ട് അങ്ങ് ഇടുക. നാണം ഉണ്ടോടി? കാണുന്ന ആൾക്കാർ പൊട്ടന്മാരാണോ? അല്ല. മറ്റുള്ളവർ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് നിൻ്റെ കുക്കിംഗ് ചാനലാന്ന് പറയണത്, നീ ചെയ്യുന്ന കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ നിൻ്റെ ചാനലിട്ട് പൈസ മേടിക്കുന്നത് നാണുണ്ടോടി? ഇത് കാണുന്നവർ പൊട്ടന്മാരല്ലേ? അയ്യോ, ഒരു നേരെങ്കിലും വീട്ടിൽ വെച്ച് തിന്നടി. 24 മണിക്കൂർ ആ 4 ചക്രത്തിൽ കയറിയിരുന്ന് ഗുണഗുണമെന്ന് പോയി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നില്ലേ? എന്നെയല്ലേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എടി, ഞാൻ തന്ന ഭിക്ഷയാണ് നിനക്ക് ജീവിതം. നീ ജീവിക്ക്, നീ എത്ര വേണേലും ജീവിച്ച് കാണിക്കും. ജീവിക്കണം. ആണില്ലാതെ ജീവിക്കാനും പറ്റുന്നുള്ളത് ഞാനും കാണിച്ചു തരാം. എന്നെ മോശക്കാരിയാക്കാനും ഞാൻ പിഴച്ചവളൊന്നും കാണിക്കാനല്ലേ നീയും കുറച്ച് പേരും ശ്രമിക്കുന്നത് അല്ലേ? നിങ്ങൾ ശ്രമിച്ചോ? ഈ ലോകത്ത് നമ്മളൊരാളെ കൂടെ പോകുമ്പോഴും ആ ആൾ നമ്മളെ കെയർ ചെയ്യുമ്പോഴും അവർ നമ്മളെ കെയർ ചെയ്യുമ്പോൾ നമുക്ക് അവരോടൊരിഷ്ടം തോന്നുന്നതും അത് ലോകത്തെല്ലാ പെണ്ണിനും തോന്നുന്നത് അത് തന്നെയാണ്. മനസ്സിലായോ? ഇപ്പം ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരാളോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളവർ പറയുമോ തനു നീ സ്നേഹിക്കരുത്, നീ ആരെയും സ്നേഹിക്കരുതെന്ന് പറയുമോ? ഇല്ല. നിന്നെപ്പോലെ ഇങ്ങനെ മാറി ശിവദാസൻ, അതിന് മുന്നേ വേറെ ആരോ, അതെല്ലാം ശിവദാസൻ കണ്ടുപിടിച്ച് നിന്നെ ആശയിലുള്ള ജോലി ഒഴിവാക്കി നിന്നെ വീട്ടിൽ കുത്തിരിപ്പിക്കുകയല്ലായിരുന്നോ? അപ്പോഴല്ലേ നീ ഫേസ്ബുക്ക് വഴി ഇങ്ങനെ ഒരു വഴി ഉണ്ടാക്കി ടിക്ടോക്കും കൊണ്ട് ഒരുത്തനെ വന്ന് വളച്ചത്? അതിന് മുന്നേ നീ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? നിനക്ക് എന്നെ പറയാൻ എന്താ അവകാശമുണ്ട്? എന്താ അവകാശമുള്ളത്? നീ എൻ്റെ മോളുടെ അപ്പനായ ആളെ എൻ്റെ ഭർത്താവിനെയും കൊണ്ടുപോയിട്ട് നീ അങ്ങ് ജീവിക്കുന്നു. എന്നിട്ട് നീ പുണ്യവതി, നീ പവിത്രക്കാരി. അയ്യോ,
ജിനു മാത്രം കുറ്റക്കാരൻ. ജിനു ഭയങ്കര മോശപ്പെട്ടവനാ. നീ പാവാ, നീ മിടിക്കുക, നീ ഡീസൻ്റാ. അതുകൊണ്ട് എൻ്റെ പൊന്ന മോളെ, ശിവദാസിൻ്റെ ഭാര്യയായ വീണ എന്ന് പറയുന്ന വാണി ശ്രീജിത്തിനോടാണ് ഞാൻ പറയുന്നത്, നീ അടങ്ങ് കേട്ടോ. ഇനി ഇങ്ങനത്തെ നാടകമായിട്ട് വന്ന് വല്ലാതെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാതെ നീ അടങ്ങ് മോളെ. നിനക്ക് കിട്ടിയതും കൊണ്ട് നീ മൂലക്കിരുന്ന് ജീവിക്കുക. നിനക്ക് സോഷ്യൽ മീഡിയയിൽ നീ ഭയങ്കര സംഭവമാണ്, ഞാൻ ഭയങ്കര യൂട്യൂബറാണ് എന്നുള്ളൊരു ധാരണ നിനക്കുണ്ട്. നീ ഒന്നുമല്ല. ശിവദാസിൻ്റെ ഭാര്യയായ വീണ നിന്നോടാ പറയുന്നത്, നീ ഒന്നുമല്ല കേട്ടോ. പാവാടത്തുമ്പോൾ പിടിച്ച് നടക്കുന്ന ആ മനുഷ്യനെ നീ കൂടുതൽ നാണം കെടുത്താതെ നീ നിൻ്റെ വഴിക്ക് ജീവിച്ച് പോ വീണേ. ശിവദാസിൻ്റെ ഭാര്യയായ വീണ നിന്നോടടി പറയുന്നേ. ഇത്രയും എന്നെ ദ്രോഹിച്ചതും കളിപ്പിച്ചൊന്നും പോരല്ല നിനക്ക്. ശിവദാസിൻ്റെ ഭാര്യയായ വീണയോടാ പറയുന്നത്. വാണി ശ്രീജിത്ത്, നല്ല പേരാ, ചേരും. വാണി ശ്രീജിത്ത്. അയ്യോ, എത്ര പെട്ടെന്ന് വാണി എന്നായാൽ നമ്മൾ സംശയിക്കുമല്ലോ. വീണയാണ്. അപ്പം ശ്രീജിത്ത് എന്ന് കിട്ടാ വേറെ ഏതോ. എന്തിനാ മോളെ? കുറച്ച് ദിവസമായിട്ടുണ്ടോ ആ ഐഡിയ തുടങ്ങിയിട്ട്? എന്നിട്ടൊരു ഗ്രൂപ്പിൻ്റെ പേര് പറയുക, അതൊക്കെ പറയുമ്പോൾ എല്ലാവരും വിശ്വസിക്കുമല്ലോ. അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അന്ന് നീ പ്രഗ്നൻ്റാ, സത്യ. നിൻ്റെ ഭർത്താവിനെ കാണാൻ പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശിവദാസിനെ കാണാൻ പോകുന്ന. ഈ ശ്രീജിത്തായിരുന്നോ നിൻ്റെ ഭർത്താവ്? എനിക്കറിയില്ല. എൻ്റെ അറിവിൽ നിൻ്റെ ഭർത്താവ് ശിവദാസിനാണ്. കോന്നിയിൽ താമസിക്കുന്ന ശിവദാസ്, ശിങ്കാരിമേളം ചെണ്ട കൊട്ടാൻ പോകുന്ന ശിവദാസ്. നിങ്ങൾ ആ മനുഷ്യയായി പെണ്ണുമ്പിള്ള ഇത്രത്തോളം എത്തിച്ചത് മനസ്സിലായോ? നിങ്ങൾ ഒറ്റ ഒരാളാണ്. എന്നിട്ട് നിങ്ങൾ സേഫ്. നിങ്ങൾക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ നാണം, നിങ്ങൾക്ക് ചാനലുകാരോട് പറയാൻ നാണക്കേട്. നിങ്ങൾ ഭയങ്കര മിടുക്കനാട്ടോ, മിടുക്കനാ കേട്ടോ. നിങ്ങളങ്ങ് ജീവിക്കും. നിങ്ങൾ ചാനലിൻ്റെ മുന്നിലും വരരുത്, മുഖവും മറിച്ച്. നിങ്ങൾ ചാനലിൻ്റെ മുന്നിലല്ലേ വരാതുള്ളൂ. നാട്ടിൽ നിങ്ങൾ അത്രയും നാണം കെട്ടല്ലേ നിങ്ങൾ ജീവിക്കുന്നത്, അല്ലേ? തല കുനിച്ചിട്ടല്ലേ നടക്കുന്നത്, അല്ലേ? നന്നായിപ്പോയി. സ്വന്തം ഭാര്യനെ അടക്കാൻ അറിയാത്ത നിങ്ങൾക്കത് കിട്ടണം മനുഷ്യ, നമ്മൾ അനുഭവിക്കണം കേട്ടോ. അപ്പം വാണി ശ്രീജിത്ത് എന്ന വീണ ശിവദാസൻ്റെ ഭാര്യയായ വീണ നിന്നോടടി പറയുന്നേ. ഞാൻ ലൈവിൽ വരുമ്പോഴേടി നിനക്ക് കുറച്ച് ഫേക്കുകാരും വന്ന് ഫേക്ക് അടി ഇട്ട് എന്നെ തളർത്താൻ പറ്റുള്ളൂ. ഞാൻ തളരുമൊന്നുമില്ല മോളെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും ലൈവിൽ. മനസ്സിലായോ നിനക്ക്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ വരും. നീ എന്നെ അങ്ങ് തളർത്താമെന്ന് നീ അങ്ങ് വിചാരിക്കുന്നുണ്ട്. വാണി എന്ന് പറയുന്ന ശ്രീജിത്ത് എന്ന വീണ നിന്നോടാണ് പറയുന്നത്. നിനക്ക് എൻ്റെ നമോവാകാതം. മനസ്സിലായോ? എന്നെ ഒഴിവാക്കുക. നീ ഈ നിരത്തി എവിടെയെല്ലാം പോയിട്ടിടുന്നു എൻ്റെ പൊന്നെ. ഏതൊക്കെ ഐഡിയയിലൊക്കെ നിനക്ക് കയറാൻ പറ്റുമോ? സൂപ്പർ മെഡിക്കുകടി നീ പക്ഷേ കേട്ടോ. വാണി ശ്രീജിത്തെ ശിവദാസ. ഓക്കെ ബൈ. ശിവദാസിൻ്റെ ഭാര്യയായ വാണി ശ്രീജിത്ത് എന്ന വീണയോടാണ് ഞാൻ പറയുന്നത്. നീ അടങ്ങി ജീവിക്കുക. നിനക്കിപ്പോൾ കിട്ടിയൊരുത്തനില്ലേ, അവനെയും കൊണ്ട് നീ തൃപ്തിപ്പെട്ട് ജീവിക്കൂ. കിട്ടിയത് കൊണ്ട് എന്താ പറയുക, ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ നീ ജീവിക്കുക. മനസ്സിലായോ? അമ്മ കൊണ്ടുവന്ന ചക്ക, അച്ഛൻ കൊണ്ടുവന്ന ചക്ക. അപ്പം അമ്മ കൊണ്ടുവന്ന ചക്കയും അച്ഛൻ കൊണ്ടുവന്ന ചക്കയൊക്കെ വെച്ച് നീ കുഴച്ചും എല്ലാം പുഴുക്കിട്ട് വീഡിയോ ഇട്ടും ഒക്കെ നീ ജീവിക്കുക. അങ്ങനെ പോ. അല്ലാതെ വല്ലോരെ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഇട്ടിട്ടും അതും കാണിച്ച് നകളിച്ചും സന്തോഷിച്ചും പിന്നെ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ കമൻറ്റിൽ പോയിട്ട് അവരെ തെറി വിളിച്ചും എന്നെ തെറി വിളിച്ചും നാടകം കളിച്ചും നീ നിർത്തുക. നീ ഒതുങ്ങി ജീവിക്കും. മനസ്സിലായി? നിന്നെ ഒതുക്കാൻ ജിനുവിന് പറ്റില്ല മോളെ, അതെനിക്കറിയാം. അയാൾക്ക് എന്നെ തെറി വിളിക്കാനും ഇപ്പം മറ്റുള്ളവർ ചെയ്യുന്ന പോലെ എന്നെ തെറി വിളിക്കാനും എന്നെ തല്ലാനൊക്കെ മാത്രമേ അയാൾക്ക് അറിയണ്ടായിരുന്നുള്ളൂ. നിന്നെ ഒന്ന് കൈവൊക്കെ അയാൾക്ക് പേടിയോ. നിൻ്റെ മേലെ ഇങ്ങനെ വരുമ്പോൾ കുടുകുടുകുടും പറഞ്ഞ പുള്ളി പറയ്ക്കും. അപ്പം ഞാൻ ഞെട്ടിയ പോലെ. മനസ്സിലായോ? അതുകൊണ്ട് നീ എല്ലാം ഒതുക്കി നിൻ്റേതായിട്ട് നീ പോയാൽ നിനക്ക് നല്ലത്. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും ബൈ. എനിക്കിതൊന്ന് പറയണമായിരുന്നു. നിങ്ങൾക്ക് അതുപോലെ നിങ്ങളടുത്ത് നിന്ന് എത്ര പേരെടുത്ത് പൈസ തനുജ് ചോദിച്ചിട്ട് നിങ്ങളെല്ലാം ഭീഷണിപ്പെടുത്തി ഇതുപോലെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നിങ്ങളുടെ
വേറൊരാളത് പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് നാവെടുത്താൽ നുണയും പറയാൻ നടക്കുന്നത്. അത് പറഞ്ഞ് നടക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പൈസ ചോദിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി അവൾ ഗ്രൂപ്പിൽ നിന്നൊക്കെ പറഞ്ഞ് നാവെടുത്ത് നുണയും പറഞ്ഞ് നടക്കുന്നുണ്ട്. ദേവു ബോൾ വിടട്, ബോളെന്തേ, ബോള് ദേവു ദേവു ഒരു മിനിറ്റ് ദേവു. ഒന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. നിന്നോട് പ്രത്യേകിച്ച് ഇനി നിന്നെ പറഞ്ഞങ്ങ് വെളുപ്പിക്കുന്നില്ല ഞാൻ, കേട്ടോ. വെളുക്കാൻ തെച്ചുന്ന പാണ്ഡവയിൽ നടക്കുന്ന നീയാണ്, ഞാനല്ല, കേട്ടോ. കറുപ്പിന് 7 അഴകാടി, എന്തിനാടി വെളുപ്പിക്കുന്നേ? കിണൂണ് കറുപ്പാണ് ഇഷ്ടം, അതെന്നോട് പണ്ടേ പറയായിരുന്നു. എനിക്ക് കറുത്ത ഹൈറ്റായിട്ട് മുടി ഇത്രയും ഉള്ളൊരു ഉണ്ടക്കണ്ണുള്ള പെണ്ണിനെ വേണ്ടെന്ന്. ഉണ്ടക്കണ്ണുള്ളതും മുടി നീളുള്ളതും കറുപ്പുള്ളതൊക്കെ നിന്നെ കിട്ടിയിട്ട് നീ എന്തിനാ വെളുക്കാൻ നോക്കുന്നത്? നിനക്കിപ്പം കറുപ്പ് ഭയങ്കര ഷെയ്മേഡാണോ? ആണോ? ഉള്ളത് കൊണ്ട് ഓണം പോലെ അതും കൊണ്ട് ജീവിക്കടി, അതെങ്കിലും ശ്രമിക്കുക, കേട്ടോ. വാണി എന്ന് പറയുന്ന, ശ്രീജിത്ത് എന്ന് പറയുന്ന വീണ ശിവദാസിനോടാണ് ഞാൻ പറയുന്നത്. എടോ ശിവദാസേ, നീ നിൻ്റെ ഭാര്യയെ വിളിക്കലുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. വിളിക്കുമ്പോഴെങ്കിലും പറഞ്ഞു കൊടുക്കണോ, ഉള്ളത് കൊണ്ട് ജീവിക്കും വീണേ, നീ എല്ലാത്തിലും മാതി കയറി കൊത്താതെന്ന്, കേട്ടോ. പറഞ്ഞു കൊടുക്ക്, ശിവദാസിൻ്റെ ഭാര്യയോട് വീണയോട് പറഞ്ഞു കൊടുക്കണം, കേട്ടോ. ഉള്ളത് കൊണ്ടൊക്കെ ജീവിക്കും മോളെ, എന്തിനാണ് കണ്ടവരെ പിടിച്ച് മാന്തുന്ന തമ്മിൽ അടി ഉണ്ടാക്കിക്കുന്നതെന്ന് ചോദിച്ച് നോക്കണം, കേട്ടോ. 10ാം ക്ലാസ് കഴിയാൻ പോകുന്നൊരു മോനാണ് ഇനി ഉള്ളത്, കേട്ടോ. 10ാം ക്ലാസ്സോ? എൻ്റെ മോൻ 10ലൊന്നും അല്ലാന്നായിരുന്നു അന്ന് പറഞ്ഞത്, നാണക്കേട് കൊണ്ട്. ഇപ്പം +1 ആവാൻ പോകുന്ന കുട്ടിയാണേ, കേട്ടോ. അപ്പോൾ ആ കുട്ടിക്കെങ്കിലും ഒരു സൗകര്യം കൊടുക്കുക, പരീക്ഷയ്ക്കല്ലേ വരുന്നത്. അമ്മ ഇതുപോലെയുള്ള കള്ളത്തരവും കാണിച്ച് മോശത്തരം കാണിച്ചതിനൊക്കെ മക്കൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ശ്രദ്ധിക്കും. ഇനി അടുത്ത വരും, എൻ്റെ മക്കളെ പറഞ്ഞു, എൻ്റെ ഭർത്താവിന്, എൻ്റെ എക്സിനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഇനി നിൻ്റെ എക്സ് അല്ലടി, വയ്യ അയാൾ, XYZ, കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് വിലയേറെ അഭിപ്രായങ്ങൾ ഫേക്ക് ഐഡിയിൽ വന്നിടുന്ന അമ്മ പെങ്ങന്മാർ, എനിക്ക് നിങ്ങളോടെല്ലാവരോടും സന്തോഷം. വന്നിട്ടോളൂ, എനിക്ക് റീച്ച് ഉണ്ടാവട്ടെ. ഞാൻ 1 ലക്ഷം ആവാൻ വേണ്ടി ഓടുന്ന ഓട്ടമാണ്, അതറിയില്ല അല്ലേ? ഉണ്ടോ ഇല്ലയോ? എനിക്ക് 1 ലക്ഷം എങ്ങനെയെങ്കിലും ആക്കണം, കേട്ടോ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക, സന്തോഷിക്കുവിൻ, ആനന്ദിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ. ബൈ.